CPM സംഘടനാ റിപ്പോർട്ടിൽ ആശാവർക്കർമാർക്കിടയിൽ പാർട്ടിക്ക് സ്വാധീനം കുറവെന്ന് റിപ്പോർട്ട്. പാർട്ടിയെ എതിർക്കുന്നവരുമായി ആശാവർക്കർമാർ ചേർന്ന് നിൽക്കുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, ഇപ്പോൾ സംഘടനാ റിപ്പോർട്ടിൽ ആശാവർക്കർമാരെ കുറിച്ചുള്ള പരാമർശം ഉൾപ്പെടെ വന്നിരിക്കുന്നു. ഇപ്പോൾ അവരെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കും കടക്കുമെന്നുള്ള സൂചനയാണോ നൽകുന്നത്? നാളെ അവതരിപ്പിക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിന്റെ സംഘടനാ റിപ്പോർട്ടിലെ 62ാമത്തെ പേജിലാണ് സ്കീം വർക്കേഴ്സിനെ കുറിച്ച് പറയുന്നത്. അതിൽ പ്രധാനമായും പറയുന്ന സ്വയം വിമർശനപരമായ കാര്യം ആശാ പ്രവർത്തകർക്കിടയിൽ CPMന് സ്വാധീനം കുറവാണ് എന്നാണ് സംഘടനാ റിപ്പോർട്ട് പറയുന്നത്. പാർട്ടിയെ എതിർക്കുന്നവരുമായി ചേർന്ന് നിൽക്കുന്ന നിരവധി ആശാവർക്കർമാരുണ്ട്. പാർട്ടിക്ക് ആശാവർക്കർമാർക്കിടയിൽ തൊഴിലാളി സംഘടന പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ പോലും മുഴുവൻ ആശാവർക്കർമാരെയും ഒപ്പം നിർത്താൻ കഴിയുന്നില്ല എന്ന വിമർശനമാണുള്ളത്. പാർട്ടി ശക്തമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നതാണ് സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാർ സമരം നടത്തുന്ന ഒരു സാഹചര്യവുമായി ഇതിനെ നമുക്ക് അതുകൊണ്ട് സംഘടനാ റിപ്പോർട്ടിൽ ഇത് വന്നു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നിരവധി ആശാവർക്കർമാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിക്ക് സംഘടനാ സംവിധാനം ശക്തമായ സ്ഥലങ്ങളിൽ പോലും പാർട്ടിക്ക് ആശാവർക്കർമാർക്കിടയിൽ ഒരു സംഘടന പ്രവർത്തിക്കുമ്പോൾ പോലും എല്ലാവരെയും ഒപ്പം നിർത്താൻ കഴിയുന്നില്ല എന്ന സ്വയം വിമർശനമാണ് സംഘടനാ റിപ്പോർട്ടിൽ ഉള്ളത്. ഓക്കെ റഹീസ്, മറ്റൊരു കാര്യം, ഒരു തരത്തിലും പാർട്ടിക്ക് ആശാവർക്കർമാരെ അന്വയിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ഉൾപ്പെടെ അവരുടെ ആവശ്യങ്ങൾ ഉൾപ്പെടെ കേൾക്കാൻ അവരെ ഒന്ന് സമന്വയിപ്പിക്കാൻ സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടക്കുന്നത്. അത് പാർട്ടിക്കുള്ളിൽ ആശാവർക്കർമാർക്ക് സ്വാധീനമില്ല, ആശാവർക്കർമാർ അത്തരത്തിലുള്ള പ്രവർത്തകരില്ല എന്നുള്ള തരത്തിലേക്കാണോ ഇവരിതിനെ കൺക്ലൂഡ് ചെയ്യുന്നത്? തുടക്കം മുതൽ സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തോട് അനുഭാവപൂർണമായ ഒരു സമീപനമായിരുന്നില്ല സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃത്വവും എടുത്തുകൊണ്ടിരുന്നത്. ഒരു ഘട്ടത്തിൽ ഒരു ചർച്ച നടത്താൻ പോലും തയ്യാറായിരുന്നില്ല. അവസാനം അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് പേരിനൊരു ചർച്ച നടത്തിയത്. എന്ന് മാത്രമല്ല, CITU പോലെയുള്ള സംഘടനയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ സമരത്തിലിരിക്കുന്ന ആളുകളെ ആക്ഷേപിക്കുന്ന സാഹചര്യം വന്നു. ചിന്തയിൽ CITUയുടെ ദേശീയ സെക്രട്ടറി ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന ആളുകളെ പോലും വിമർശിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യവും ഈ പാർട്ടി കോൺഗ്രസിൽ വന്ന സംഘടനാ റിപ്പോർട്ടിൽ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതില്ലെങ്കിൽ പോലും പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് ആശാപ്രവർത്തകർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ പാർട്ടിക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ പോലും കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായും ഒരു തിരുത്തൽ പ്രക്രിയ എന്ന നിലയിൽ ആശാവർക്കർമാരെ മുഴുവൻ കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകണം എന്നതായിരിക്കും പാർട്ടി കോൺഗ്രസിന്റെ ഇതിൽ റിപ്പോർട്ടിൽ വരുമ്പോൾ അതിന്റെ ഒരു സൊല്യൂഷനായി വരിക. അങ്ങനെ ഒരു സൊല്യൂഷന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു ചർച്ചകൾ നടക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ നടക്കുന്ന ഈ സമരവും ഉയർന്നു വരാം, അത്തരം കാര്യങ്ങളും പരിഗണിക്കുകയും ചെയ്യാം. ഓക്കെ, CPM സംഘടനാ റിപ്പോർട്ടിലാണ് ആശാവർക്കർമാരെ കുറിച്ചുള്ള പരാമർശവും. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.